തൃപ്പൂണിത്തുറ സ്ഫോടനത്തിൽ 300ഓളം വീടുകൾക്ക് കേടുപാടുകൾ. വീട് നവീകരണം സംബന്ധിച്ച് 250ലധികം അപേക്ഷകൾ ഇതുവരെ ലഭിച്ചതായി കൌൺസിലർ പ്രതികരിച്ചു. തൃപ്പൂണിത്തുറയിൽ ഇവിടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മാലിന്യം നീക്കം ചെയ്യലാണ് ഏറ്റവും പ്രധാനം. ഇവിടെ കൌൺസിലർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇവരോട് തന്നെ നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ ചോദിക്കാം. ഇപ്പോഴത്തെ പ്രവർത്തനം നമ്മുടെ മുനിസിപ്പാലിറ്റി സ്റ്റാഫ് അടക്കം പല ഇതിലുള്ള ആൾക്കാരും വന്നിട്ട് നമ്മുടെ ഇവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഹരിതകർമ്മസേന മുനിസിപ്പാലിറ്റി നിന്നാണ്, സേവാഭാരതി, DYFE, അങ്ങനെ ഒരു പാർട്ടി വകഭേദമില്ലാതെ എല്ലാവരും വന്ന് നമ്മുടെ ഇവിടെ ഈ ഒരു ചൂരക്കാട് ഭാഗത്ത് വന്ന് സഹകരിക്കുന്നുണ്ട്. അവിടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ വലിയ സന്തോഷമുണ്ട്. പക്ഷേ സന്തോഷം എന്ന് പറയാൻ പാടില്ല. എന്നാൽ പോലും ആ ഒത്തൊരുമ, കാരണം ഇത്രയും കുടുംബങ്ങൾ ഒരു ഒറ്റ രാത്രി കൊണ്ടാണ് ഇല്ലാണ്ടായി പോയേക്കണത്. ഇനി എത്ര കാലം കൊണ്ടാണിത് തിരിച്ച് എടുക്കാൻ പറ്റുന്നതെന്നുള്ളത് പോലും നമുക്കൊരു ഉറപ്പില്ല. ഇവിടെ വൈദ്യുതിയും വെള്ളവും ഒക്കെ എങ്ങനെയാണ് പുനഃസ്ഥാപിക്കുന്നത്? എത്ര സമയം കൊണ്ട് ചെയ്യാൻ പറ്റും? വൈദ്യുതി ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ പകുതി സ്ഥലത്ത് കറണ്ടായി. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ഇന്നിപ്പോൾ പോസ്റ്റ് ഒരെണ്ണം ഒടിഞ്ഞു വേണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോസ്റ്റിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കണം. ഉച്ചയ്ക്ക് ശേഷം എന്താണെങ്കിലും എല്ലാ ഭാഗത്തേയും കറണ്ട് എത്തും. കുടിവെള്ളം അതുപോലെ ഇനിയിപ്പോൾ കിണർ വെള്ളം യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന്റെ കെമിക്കൽ അതിലേക്ക് അടങ്ങിയിട്ടുണ്ടെന്നാണ് അറിയണത്. അപ്പോൾ ഇനിയിപ്പോൾ അത് കുടിവെള്ളം കിണർ തേവി റീഫ്രഷ് ചെയ്യുക. പിന്നെ കുടിവെള്ളം നമ്മൾ ടാങ്കറിലേക്ക് എത്തിക്കുന്നുണ്ട്. ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പടക്കം സൂക്ഷിച്ചിരുന്ന സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലം എങ്ങനെയാണ്? അത് കരയോഗത്തിന്റെ ഒരു സ്ഥലമാണ്, അമ്പലത്തിൽ തന്നെ കരയോഗക്കാരുടെ സ്ഥലമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നാട്ടുകാരും എല്ലാവരും ഒത്തൊരുമിച്ച് ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളവും കുടിവെള്ളവും അതുപോലെ തന്നെ വൈദ്യുതിയും ഏറ്റവും വേഗത്തിൽ പുനഃസ്ഥാപിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ കൌൺസിലറും നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറാമാൻ ഗോവിന്ദിനൊപ്പം AT അശ്വതി, കേരള വിഷൻ ന്യൂസ്.